സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വിവിധ വകുപ്പുകളിൽ നിന്ന് പിൻവലിച്ച തുകയും തിരികെ നൽകാതെ ധനവകുപ്പ്. പണം തിരികെ ആവശ്യപ്പെട്ട വകുപ്പുകൾ കത്ത് നൽകിയിരുന്നു. എങ്കിലും ധനവകുപ്പ് ഇതുവരെ അനങ്ങിയിട്ടില്ല. ഇതോടെ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ കടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ജനം ഈ വാർത്ത ബ്രേക്ക് ചെയ്യുകയാണ്. രാജീവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാജീവ്, കടുത്ത പ്രതിസന്ധി വിവിധ വകുപ്പുകളിൽ കൂടി ഏൽപ്പിക്കുകയാണ് ധനവകുപ്പ്. കഴിഞ്ഞ മാർച്ചിലാണ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയത്. അത്രയേറെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയതോടെയാണ് വിവിധ വകുപ്പുകൾക്ക് നൽകിയ പണം ധനവകുപ്പ് തിരിച്ചെടുത്തത്. എങ്ങനെയെങ്കിലും പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു നീക്കമായിരുന്നു ധനവകുപ്പ് നടത്തിയത്. പ്രത്യേകിച്ചും ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് ജീവനക്കാർ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പളവും പെൻഷനും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് വിവിധ വകുപ്പുകൾക്ക് നൽകിയ പണം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയത്. മാത്രമല്ല 20,000 കോടി രൂപയ്ക്കടുത്ത മാർച്ച് മാസത്തിൽ മാത്രം സർക്കാരിന് വേണമായിരുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകൾക്ക് നൽകിയിരുന്ന പണം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രതിസന്ധി മറികടന്ന് മുന്നോട്ട് പോയതോടെയാണ് ഇപ്പോൾ ഏതായാലും വകുപ്പുകൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പണം ആവശ്യപ്പെട്ട വകുപ്പ് മേധാവികൾ ധനവകുപ്പിന് കത്ത് നൽകി കാത്തിരിക്കുകയാണ്. നിരവധി തവണ കത്ത് നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നാണ് വകുപ്പ് മേധാവികൾ പറയുന്നത്. ആരോഗ്യ മേഖല ഉൾപ്പെടെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. അതിനൊപ്പം പകർച്ചവ്യാധികളും സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള പണം നിലവിൽ ആരോഗ്യവകുപ്പിന്റെ കൈവശമില്ല. ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് നിരവധി തവണ ധനവകുപ്പിന് കത്ത് നൽകിയിരുന്നു. അവശ്യ മരുന്നുകൾ ഉൾപ്പെടെ എത്തിക്കാനുള്ള പണമായിരുന്നു ചോദിച്ചത്. എന്നാൽ ആ പണം പോലും നിലവിൽ ആരോഗ്യവകുപ്പിന് നിലവിൽ ധനവകുപ്പ് കൈമാറിയിട്ടില്ല. കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. മാത്രമല്ല മഴ ശക്തമാകുന്നതിന് മുമ്പ് തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതിനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിലവിൽ ഇതുവരെ പണം കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ശക്തമായ മഴ പെയ്യുമ്പോൾ ജലാശയങ്ങളെല്ലാം മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി പകർച്ചവ്യാധികളും സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന ഒരവസ്ഥ. അതായത് വിവിധ വകുപ്പുകളിൽ നിന്ന് ഏറ്റെടുത്ത പണം തിരികെ നൽകാത്തത് കൊണ്ട് മാത്രം വകുപ്പുകൾ പ്രതിസന്ധി നേരിടുന്നു എന്ന് മാത്രമല്ല, സാധാരണക്കാർ പോലും ഇപ്പോൾ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അവശ്യമരുന്നുകൾ ആശുപത്രികളിൽ ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളും ഇതേ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. KSRTC പണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകിയെങ്കിലും ഒരു ഗഡു മാത്രമാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഗഡു എന്ന് നൽകും എന്ന കാര്യത്തിൽ ധനവകുപ്പ് ഒരു വ്യക്തതയും വരുത്തിയിട്ടില്ല. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ പോലീസ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു പണം നൽകണമെന്ന്. എന്നാൽ ആ പണം നൽകാൻ ഇതുവരെ ധനവകുപ്പ് തയ്യാറായിട്ടില്ല. അതോടെ പോലീസും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇന്ധനം നിറയ്ക്കുന്നതിലുൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് പോലീസും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളൊക്കെ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമാണ്. കാരണം ജനങ്ങളെ നേരിട്ട് നിലവിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ടുമാണ്. ശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ രോഗങ്ങൾ ഇനിയും വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തവും മുൻപ് എങ്ങുമില്ലാത്ത രീതിയിൽ വർദ്ധിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതുമൂലമുള്ള മരണങ്ങളും വർദ്ധിച്ചു വരുന്നതായി ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൾ മുൻനിർത്തിക്കൊണ്ടാണ് വീണ്ടും പണം ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് ധനവകുപ്പിനെ സമീപിച്ചിരുന്നത്. എന്നാൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ആവശ്യം നിലവിൽ ഇതുവരെ ധനവകുപ്പ് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അവശ്യമരുന്നുകൾ എത്തിക്കുന്നതിൽ ഇനിയും കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതിനൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പണം നൽകിയില്ലെങ്കിൽ മാലിന്യ നീക്കം ഉൾപ്പെടെ വീണ്ടും പ്രതിസന്ധിയിലാകാനുള്ള സാധ്യതയുണ്ട്. കാലവർഷം കൂടി സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. അങ്ങനെയെങ്കിൽ മഴ വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. അതനുസരിച്ചാണെങ്കിൽ വീണ്ടും ഈ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ളവ നീണ്ടുപോകുന്നത് കടുത്ത പ്രതിസന്ധി ഉണ്ടാകും. വീണ്ടും ജലാശയങ്ങൾ മാലിന്യ കൂമ്പാരങ്ങളായി മാറാനുള്ള സാധ്യതയിലേക്ക് തന്നെ എത്തും. ഇപ്പോൾ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വിവിധ ജില്ലകളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ ജലാശയങ്ങളിലേക്ക് മാലിന്യങ്ങൾ നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ എത്തുകയും ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കരാറുകാർക്ക് പോലും പണം നൽകിയിട്ടില്ല. ഈ പണം നൽകാൻ ധനവകുപ്പ് തയ്യാറാകുന്നില്ല. ഈ ഒരു സാഹചര്യം തന്നെയാണ് എല്ലാ വകുപ്പുകളിലും നിലനിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വിവിധ വകുപ്പുകളെ കൂടി ബാധിച്ചു തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിവിധ വകുപ്പുകളെ ഈ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുന്നത് സാധാരണക്കാർക്ക് കനത്ത തിരിച്ചടിയാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വരും മാസങ്ങളിലും അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് തന്നെയാണ് ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ക്ഷേമ പെൻഷനുകൾ പോലും ഇതുവരെ നൽകിയിട്ടില്ല. കഴിഞ്ഞ 6 മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത്. ഇതിൽ 1 മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ ഉടൻ
നൽകുമെന്ന് ധനവകുപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിനുള്ള പണം കണ്ടെത്താൻ പോലും നിലവിൽ ധനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. രാജീവ് ചൂണ്ടിക്കാട്ടിയത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഇപ്പോൾ അടിയന്തരമായി ജനങ്ങൾക്ക് വേണ്ടത് ഈ മഴക്കെടുതിയിൽ നിന്നുള്ള മോചനമാണ്. മഴ പ്രവചനം ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും മഴക്കാലപൂർവ്വ ശുചീകരണമോ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളോ വിവിധ വകുപ്പുകളുടെ ഏകോപനമോ നേരിടേണ്ട പ്രക്രിയകളോ ഒന്നും തന്നെ നടത്താതെയാണ് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉള്ളത് എന്നത് ശ്രദ്ധേയമാണ്. ഈ ഒരു പരിസ്ഥിതിയിലാണ് ഇപ്രകാരം ഒരു ധനപ്രതിസന്ധി കൂടി വിവിധ വകുപ്പുകൾക്ക് മേൽ ധനവകുപ്പിന്റെ ഒരു കെടുകാര്യസ്ഥതയിൽ എന്ന് തന്നെ പറയേണ്ടി വരും ഏൽപ്പിക്കുന്നതും. അത് ഈ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്തെ രൂക്ഷമായി ബാധിച്ചു തുടങ്ങിയത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. ഈ ചർച്ചകൾ തുടങ്ങും മുമ്പ് തന്നെ ഖജനാവിലെ ഞെരുക്കം ആദ്യം ബാധിക്കുന്നത് ആരെയൊക്കെയാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരുന്നു സർക്കാർ. അതിനുള്ള നടപടിക്രമങ്ങൾ നടത്തേണ്ടിയിരുന്നു. ഇതൊന്നും പാലിക്കാതെ ഒടുവിൽ ഇപ്രകാരം ജനങ്ങളെ പെരുവഴിയിൽ ഇങ്ങനെ മഴയിൽ മുങ്ങി നിർത്തിയിട്ട് ഈ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം എവിടെ വരെ എത്തിക്കും എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം. തീർച്ചയായും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ നേരിട്ട് സാധാരണക്കാരെ കൂടി ബാധിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഒരു മഴ പെയ്യുമ്പോൾ തന്നെ തിരുവനന്തപുരം നഗരം ഉൾപ്പെടെ വെള്ളക്കെട്ടിനാൽ നിറയുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരം മാത്രമല്ല, മറ്റു പല ജില്ലകൾ പരിശോധിച്ചാലും ഇതേ അവസ്ഥ തന്നെയാണ്. ഇതിന് കാരണം ഓടകൾ വൃത്തിയാക്കുന്നില്ല, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങും നടക്കുന്നില്ല, മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ജലാശയങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒഴുക്ക്, സ്വാഭാവികമായ ജലാശയങ്ങളുടെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടായി നാട് നഗരവുമൊക്കെ മാറുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു എന്നതാണ്. ആദ്യം മഴ തുടങ്ങിയപ്പോൾ തന്നെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ ഇത്രത്തോളം പടർന്നു പിടിക്കുകയാണെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ മഞ്ഞപ്പിത്തവും അതുപോലെ തന്നെ ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വ്യാപകമായി പടർന്നു പിടിക്കുന്നത് സംസ്ഥാനത്ത് ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കുമെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ അവരുടെ നിസ്സഹായാവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പണമില്ല, കരാറുകാർക്ക് നൽകാൻ പണമില്ല, മരുന്നുകൾ വാങ്ങാൻ പണമില്ല. ഈ ഒരു അവസ്ഥയാണ് നിലവിൽ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു മുന്നിൽ നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ അവർക്കും കഴിയുന്നുള്ളൂ. ധനവകുപ്പിനോട് ചോദിക്കുമ്പോൾ ഇതിനൊന്നും പണം നൽകുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ നേരത്തെ തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയതാണ്. പക്ഷേ സർക്കാർ ആ പണം നൽകിയിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ പണം കൂടി സർക്കാർ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. മാലിന്യ സംസ്കരണത്തിന് ഉൾപ്പെടെ നൽകിയ പണമാണ് ധനകാര്യ കമ്മീഷൻ നൽകിയത്, സർക്കാർ വെട്ടിക്കുറച്ചത്. ഈ പണം ധനവകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. ഇതിന്റെ തെളിവുകൾ നേരത്തെ ജനൻ ടി വി പുറത്തുവിട്ടതുമാണ്. അതുകൊണ്ട് സാധാരണക്കാരെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനങ്ങളുമായി ധനവകുപ്പ് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മഴക്കെടുതികൾ രൂക്ഷമായി തന്നെ ഇനിയും തുടരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഈ വെള്ളക്കെട്ടുകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ധനവകുപ്പ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ നിലവിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയില്ല. വെറും യോഗങ്ങൾ മാത്രമായി എല്ലാം അവസാനിക്കാനാണ് സാധ്യത. ഏതായാലും ആരോഗ്യവകുപ്പ് തുടർച്ചയായി മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ജാഗ്രത പാലിക്കണം, ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണം, മഞ്ഞപ്പിത്തത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്നൊക്കെ മുന്നറിയിപ്പുകൾ നൽകുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കേണ്ട ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം കൂടി പ്രധാനമായും ഉയരുന്നുണ്ട്. അതിനൊപ്പമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് 6 മാസമാകുന്നു. കാരണം സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ക്ഷേമ പെൻഷനുകളെയാണ്. ആ ക്ഷേമ പെൻഷൻ 6 മാസമായി ആർക്കും ലഭിച്ചിട്ടില്ല. അത് എന്ന് നൽകാൻ കഴിയുമെന്ന് ധനവകുപ്പിന് ഒരു വ്യക്തതയുമില്ല. അതേ അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്തെ കാരുണ്യ പദ്ധതിയുടെ കാര്യത്തിലും നിലനിൽക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ നിലവിൽ കാരുണ്യ പദ്ധതിയോട് അനുകൂലമായി പ്രതികരിക്കുന്നത് പോലുമില്ല. സാധാരണക്കാരായ രോഗികളാണ് അവിടേക്കും എത്തുന്നത്. ഈ രീതിയിൽ രോഗങ്ങളുണ്ടാകുമ്പോൾ അവർ ഈ സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ അവർക്ക് ആശ്രയമായിരുന്നു കാരുണ്യ പദ്ധതി. അതിന്റെ വിഹിതം കേന്ദ്ര സർക്കാർ കൃത്യമായി നൽകുന്നുവെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സംസ്ഥാന വിഹിതം കുറെ നാളുകളായി നൽകുന്നില്ല. അത് കാരണം 1500 കോടി രൂപയ്ക്കടുത്ത് കുടിശ്ശികയാണ് നിലനിൽക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ ഈ പദ്ധതിയോട് പൂർണ്ണമായും മുഖന്തിരിക്കുന്ന ഒരു സമീപനമുണ്ട്. അത് രോഗികളെയും സാധാരണക്കാരെയുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്.